തിരുവനന്തപുരം കടക്കാവൂരിൽ അധ്യാപികയുടെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കൈവിരലിന് പരിക്കേറ്റുവെന്ന് പരാതി. 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അധ്യാപിക മർദ്ദിച്ചത്. കവരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയ്ക്കെതിരെയാണ് പരാതി. വേഗത്തിൽ എഴുതിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ മർദ്ദിച്ചുവെന്നാണ് പരാതി. വിരലിന് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയുടെ കയ്യിൽ നിലവിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. കടക്കാവൂർ പോലീസിനും സാമൂഹ്യക്ഷേമ വകുപ്പിനും രക്ഷിതാക്കൾ പരാതി നൽകി. പ്രതികരണത്തിലേക്ക്. വ്യാഴാഴ്ച ലാസ്റ്റ് പീരീഡ് റിനി എന്ന് പറയുന്ന ഇംഗ്ലീഷ് ടീച്ചർ എൻ്റെ കുഞ്ഞിൻ്റെ കൈ ചൂരൽ വെച്ച് അടിച്ച് പരിക്കേൽപ്പിക്കുകയുണ്ടായി. അത് ഇംഗ്ലീഷ് സ്പീഡിന് എഴുതിയില്ലെന്നും പറഞ്ഞാണ് അങ്ങനെ ചെയ്തത്. കുഞ്ഞ് ആകെ മാനസികമായിട്ട് തളർന്ന് ഡിപ്രഷനായി. വെള്ളിയാഴ്ചയോട് ആകെ വയ്യാതായി. ശനിയാഴ്ച രാവിലെ ഹോസ്പിറ്റലിൽ വർക്കല താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് മരുന്നെല്ലാം തന്ന് ഇന്ന് വർക്കല താലൂക്കിൽ നിന്ന് റെഫർ ചെയ്ത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് വിട്ട്. അവിടുന്ന് കൈക്ക് ചെറിയ ചതവ് വന്നിട്ടുണ്ട്, സ്ക്രാച്ച് പറ്റിയിട്ടുണ്ട്. അങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കുഞ്ഞിനെ ചെയ്യരുത് ഒരിക്കലും. ഞങ്ങൾക്ക് നീതി കിട്ടുന്നവരെ ഞങ്ങൾ പോരാടും. ആഷിൻ ഡിയോഗോ വിവരങ്ങളുമായി. ആഷിൻ, ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ പറയുന്നത്. അധ്യാപിക ഒരു കൊച്ചു കുട്ടിയുടെ വിരലാണ് ഇപ്പോൾ അടിച്ച് വിരലിന് പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ ഇക്കാര്യത്തിൽ പറയുന്നത്? ഇതിൽ പരാതി നൽകിയോ? നിയമ നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ കുടുംബം? സ്മൃതി, നിലവിലിപ്പോൾ എന്തായാലും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. സുനിൽ സന്ധ്യ ദമ്പതികളുടെ മകൾ സാന്ദ്രയ്ക്കാണ് ഈ ഒരു മർദ്ദനമേറ്റിട്ടുള്ളത്. വ്യാഴാഴ്ച ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇംഗ്ലീഷ് ടീച്ചറാണ് ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് എന്നുള്ളത്. 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇംഗ്ലീഷ് വേഗത്തിൽ എഴുതിയില്ല എന്ന കാരണത്താൽ കയ്യിൽ ചൂരൽ കൊണ്ട് അടിച്ചു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ഈ അടിയിൽ കുഞ്ഞിന്റെ കൈയുടെ ലിഗമെന്റ്, അത് കൈയിലെ വിരലിന് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടി ഇത് പുറത്തു പറഞ്ഞിരുന്നില്ല. വൈകുന്നേരത്തോടുകൂടി ഈ കുട്ടിക്ക് പനി വരികയും അതുപോലെ തന്നെ കയ്യിൽ ഈ അടിയേറ്റ ഭാഗത്തെ നീരും അസഹനീയമായ വേദനയും വന്നതോടുകൂടി രക്ഷിതാക്കളത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഈ കുട്ടി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തുടർന്ന് ഇവർ ആശുപത്രിയിലേക്ക് ചികിത്സ നേടി. ആ കുട്ടിയുടെ കൈക്ക് ഗുരുതരമായ പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പിന്നാലെ തന്നെ ഇവർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മന്ത്രിക്കടക്കം പരാതിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ടീച്ചർ, ഈ സ്കൂൾ അധികൃതർ പറയുന്നത് ക്ലാസ്സിൽ ബഹളമുണ്ടാക്കിയ കുട്ടികൾക്കെല്ലാം തന്നെ ഇത്തരത്തിൽ ടീച്ചർ അടി നൽകിയിരുന്നു. ആ കൂട്ടത്തിൽ സാന്ദ്രയ്ക്ക് നൽകിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ അത് കാര്യമായ വലിയ തരത്തിലല്ല. 1ാം ക്ലാസ് കുട്ടികൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു കരുതലോടുകൂടി തന്നെയുള്ള മർദ്ദനമാകും നടന്നിട്ടുള്ളത്. ചെറിയ ശിക്ഷാ നടപടിയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ നൽകുന്ന അവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിശദീകരണം എന്നുള്ളതാണ്. എന്തായാലും ഈ കുട്ടിക്ക് കയ്യിൽ കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. നിലവിലിപ്പോൾ ആ കുട്ടി ചികിത്സയിലാണ് കഴിയുന്നത്. ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിട്ടുള്ളതും. സ്മൃതി. ശരി, ആഷിൻ ഡിയോഗോ ആണ് വിവരങ്ങൾ നൽകിയത്.